നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ശ്രീ ഭൂഷൺ രാമകൃഷ്ണ ഗവായ് അദ്ദേഹത്തിൻ്റെ ഒരു കഷ്ടപ്പാടിലേക്കാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളെ എത്തിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഇപ്പോൾ റിട്ടയർ ആവാൻ പോകുന്നു. 3-4 ദിവസമേ ഉള്ളൂ ബാക്കി. അപ്പോൾ റിട്ടയർമെൻറ്റ് സമയത്ത് സ്വസ്ഥതയോടെ റിട്ടയർ ചെയ്ത് പോകണം എന്നാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ ശ്രീ ഗവായിക്ക് അതിനുള്ള തലയിലെഴുത്തില്ല എന്നെനിക്ക് തോന്നുന്നു. ഈ കഴിഞ്ഞ മാർച്ചിലാണ് നമ്മൾ ഡൽഹി ഹൈക്കോടതിയിലെ യശ്വന്ത് വർമ്മ എന്ന ജഡ്ജിൻ്റെ വീട്ടിൽ നിന്ന് കത്തിച്ചതോ ആയ കുറേ നോട്ടുകൾ വലിയ ചാക്കുകെട്ടിൽ കണ്ടെടുത്തു. വാൻ ബഹളം കച്ചറയൊക്കെയായി ഇൻറ്റേർണൽ എൻക്വയറിയൊക്കെ വെച്ചു സുപ്രീം കോടതി. അന്ന് ഗവായി ചീഫ് ജസ്റ്റിസ് അല്ല കേട്ടോ. പക്ഷേ ഈ ബഹളത്തിൽ എല്ലാ ജഡ്ജിമാരും ഞെട്ടിപ്പോയി. വാസ്തവത്തിൽ ഒരു FIR ഇട്ട് പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കേണ്ടതാണ്. അത് ചെയ്യാതെ ജഡ്ജിമാരുടെ ഒരു എൻക്വയറി കമ്മിറ്റി, 3 ജഡ്ജിമാരുടെ കമ്മിറ്റിയെ വെച്ചിട്ട് ഇൻറ്റേർണൽ എൻക്വയറി നടത്താം എന്ന് പറഞ്ഞ് ഇൻറ്റേർണൽ എൻക്വയറി നടത്തി. അതിൻ്റെ റിപ്പോർട്ട് പുറത്ത് ആർക്കും കൊടുക്കാതെ ഈ പുതിയ തേങ്ങ നേരെ സുപ്രീം കോടതി നരേന്ദ്രമോദിക്കും നമ്മുടെ ദ്രൗപദി മുർമുവിനും അയച്ചു കൊടുത്തു. പ്രസിഡൻറ്റ് ദ്രൗപദി മുർമു ഇതെന്ത് ചെയ്യാനാണ്? അവരതെടുത്ത് ഭരണത്ത് വെച്ചു. നരേന്ദ്രമോദിക്ക് അത് ഒക്കുകയില്ലല്ലോ, ചീഫ് ഓഫ് ദി എക്സിക്യൂട്ടീവ് അല്ലേ. അദ്ദേഹം ഇത് പാർലമെൻറ്റിന് സ്പീക്കർക്ക് കൊടുത്തു. അപ്പോൾ ഒരു ഇംപീച്ച്മെൻറ്റ് മോഷൻ, സ്പീക്കർ അതിന് അനുമതിയൊക്കെ കൊടുത്തു. പ്രതിപക്ഷം എന്ത് ചെയ്തു നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അവർ രാജ്യസഭയിൽ ഇംപീച്ച്മെൻറ്റ് മോഷൻ കൊണ്ടുവന്നു. ആ മോഷൻ അന്ന് നമ്മുടെ ജഗദീപ് ധൻഖഡാണ്. ജഗദീപ് ധൻഖഡ് മോഷൻ അക്സെപ്റ്റ് ചെയ്തു. സത്യത്തിൽ അത് ചെയ്യേണ്ട കാര്യമില്ല, ലോക്സഭയിൽ അത് പരിഗണനയ്ക്ക് വന്നു കഴിഞ്ഞു. പിന്നെ പാരലായിട്ട് രാജ്യസഭയിലും അതെടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ജഗദീപ് ധൻഖഡൻ എടുത്തു. അതിന് വകുപ്പും ചട്ടവും ഒക്കെ ഉണ്ട്, കുറേയൊക്കെ പുള്ളി പറഞ്ഞു. ഏതായാലും അന്ന് രാത്രിയാണ് ജഗദീപ് ധൻഖഡ് രാജിവെക്കുന്നത്. അത് വേറൊരു ചരിത്രം. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ എങ്ങും എത്താതെ കിടക്കുകയാണ്. യശ്വന്ത് വർമ്മയെ നിങ്ങൾ ഓർക്കുക, അലഹാബാദ് ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അവിടെ ഇരുന്ന് കാശുണ്ടാക്കിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ കോടതിയിലൊന്നും പോകുന്നില്ല എന്നാണ് അറിയുന്നത്. പുള്ളി വീട്ടിൽ തന്നെയാണ്, വീട്ടിലിരുന്ന് ശമ്പളമൊക്കെ മേടിക്കുന്നു. സെക്യൂരിറ്റി ഉണ്ട്, ഫ്രീ ഫോണുണ്ട്, അതുകൊണ്ട് ഇതുണ്ട്, ബാക്കി എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരു ചുക്കുമില്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അതങ്ങനെ ഒരു ഫ്രീസായ നിലയിൽ നിൽക്കുന്നു. അപ്പോഴാണ് ഈ നവംബറിൽ തന്നെ ബോംബെയിൽ ഒരു സെഷൻസ് ജഡ്ജിൻ്റെ ക്ലാർക്കിനെ ഒരു 25 ലക്ഷം രൂപയുമായിട്ട് പോലീസ് പിടിക്കുന്നു. എവിടെ നിന്നാണ് ഈ കാശ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ക്ലാർക്ക് വരണ്ടു പോയി. അയാൾ പറഞ്ഞു, എൻ്റെ പൊന്നു തമ്പുരാനെ, എന്നെ വെറുതെ വിടണം, ഇത് ആ ജഡ്ജിക്ക് കൊടുക്കാനുള്ള കാശാണ്. ജഡ്ജിയുടെ പേര് ഇസദുദ്ദീൻ കാസി, ക്ലാർക്ക് വാസുദേവ്. അപ്പോൾ വാസുദേവൻ പറഞ്ഞു, ഇത് ആ കാസി ചേട്ടന് കൊടുക്കാനുള്ള കാശാണ്. അപ്പോൾ ഇവർ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് കിട്ടിയ പരാതി എന്താണെന്ന് വെച്ചാൽ ഒരു ലാൻഡ് ഡിസ്പ്യൂട്ടിൽ ഈ കാസി ജഡ്ജ് ഈ 2 പാർട്ടികളെയും വിളിച്ചിട്ട് പറഞ്ഞു, 25 ലക്ഷം രൂപ ആര് കൊണ്ടുവരുന്നോ അവന് അനുകൂലമായിട്ട് ഞാൻ വിധി എഴുതി തരാമെന്ന്. അതനുസരിച്ച് ഒരു പാർട്ടി കൊണ്ടുപോയി 25 ലക്ഷം രൂപ കൊടുത്തു. മറ്റേ പാർട്ടി പോലീസിൽ പരാതിയും കൊടുത്തു. അവസാനം ഈ ക്ലാർക്കിനെ പിടിച്ചു. ക്ലാർക്ക് ഇപ്പോൾ ജയിലിൽ കിടക്കുക. ജഡ്ജിക്കൊരു കുഴപ്പമില്ല, ജഡ്ജിയുടെ പേരിൽ ഒരു ആക്ഷൻ എടുത്തിട്ടുമില്ല. ഇതെന്തൊരു ലോകമാണ് എനിക്കറിഞ്ഞുകൂടാ. അതവിടെ കിടക്കുന്നു. അപ്പോഴാണ് മദ്രാസിൽ ഒരു വെടിപൊട്ടിയത്. ചെന്നൈ ഈ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ, NCLT എന്ന് പറയും, വലിയ ട്രിബ്യൂണലാണ് കേട്ടോ. നമ്മൾ ട്രിബ്യൂണൽ എന്നൊക്കെ പറയും നിസ്സാര സാധനമാണെന്ന് വിചാരിക്കും. അങ്ങനെയൊന്നുമല്ല, അതിഭയങ്കര വാസ്റ്റ് പവേഴ്സും സംഗതിയൊക്കെയുള്ള ട്രിബ്യൂണലാണ്. ആ ട്രിബ്യൂണലിന് പല സ്ഥലത്ത് ബെഞ്ചുകളുണ്ട്. അതിൻ്റെ പ്രിൻസിപ്പൽ ബെഞ്ച് എന്ന് വെച്ചാൽ ഹെഡ് ഓഫീസ് അത് ഡൽഹിയിലാണ്. പ്രിൻസിപ്പൽ ബെഞ്ച് ഡൽഹിയിൽ NCLTയുടെ, ബാക്കി പല സംസ്ഥാനങ്ങളിലും NCLTയുടെ തുല്യ പദവിയൊക്കെയാണ്. പക്ഷേ പ്രിൻസിപ്പൽ ബെഞ്ച് ഡൽഹിയിലാണെന്ന് മാത്രം. അപ്പോൾ ചെന്നൈയിലെ
NCLTയിലുള്ള ഒരു ജുഡീഷ്യൽ മെമ്പർ എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി ജഡ്ജി എന്ന് വയ്ക്കുക, അതേ ക്വാളിഫിക്കേഷൻ എല്ലാം സെയിമാണ്. നമ്മൾ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, വഖഫ് ട്രിബ്യൂണൽ, അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതിലെല്ലാം ജഡ്ജിമാരാണ് ഇരിക്കുന്നത്. ചിലതിലൊക്കെ സെഷൻ ജഡ്ജായിരിക്കും, ചിലതിൽ ഹൈക്കോടതി ജഡ്ജായിരിക്കും. അങ്ങനെ അവിടെയുള്ള ചെന്നൈയിലെ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിലുള്ള ജുഡീഷ്യൽ മെമ്പർ ശരത് കുമാർ ശർമ്മ, ഇദ്ദേഹം ഒരു ഇൻസോൾവൻസി കേസ് കേൾക്കുമ്പോൾ നമ്മൾ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു നിയമമുണ്ട്. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു കോഡുണ്ട്. അവരാണ് ഈ കമ്പനികൾ പൊളിഞ്ഞുപോയി, സാറേ ഞാൻ പൊളിഞ്ഞുപോയി, എൻ്റെ കയ്യിൽ 10 പൈസ ഇല്ല, എന്നെ പാപ്പരായിട്ട് പ്രഖ്യാപിക്കണം, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി. ഇയാളുടെ കയ്യിൽ കോടികളുടെ വരുമാനമൊക്കെ ഉണ്ടാകും, പക്ഷേ കണക്കൊക്കെ റെഡിയാക്കിയിട്ട് ഇത് പലരെയും പറ്റിച്ച് മുങ്ങാനായിട്ടുള്ള പരിപാടിയാണ് പലപ്പോഴും ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി. ശരിക്കും പൊളിഞ്ഞു പോയ ആൾക്കാരുമുണ്ട്, പിച്ചച്ചട്ടിയുമായിട്ട് ഇറങ്ങേണ്ട ഗതികളിലുള്ള ആൾക്കാരുമുണ്ട്. അപ്പോൾ അവിടെ വാൻ സ്വാധീനവും സംഗതിയൊക്കെ നടക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ. കമ്പനികളാണല്ലോ കാശുണ്ടാക്കുന്നതും കാശ് മുടിക്കുന്നതും അവർ നന്നാകുന്നതും മറ്റുള്ളവരെ മുടിക്കുന്നതും മറ്റുള്ളവർ അവരെ മുടിച്ച് മുണ്ടക്കോല് തല്ലി പോകുന്നതും എല്ലാം ഈ കമ്പനി ലോ ട്രിബ്യൂണലിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ ശരത് കുമാർ ശർമ്മ പറഞ്ഞു, എന്നെ ഹയർ ജുഡീഷ്യറിയിൽ നിന്ന് ഒരാൾ വാട്സാപ്പ് മെസ്സേജ് അയച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ചു. ഈ കേസിൽ, ഈ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KLSR ഇൻഫ്രാടെക് ലിമിറ്റഡ് വേഴ്സസ് വേറൊരു കമ്പനി. അവർ പറയുന്നു ഇയാൾ ഇൻസോൾവൻസി ഒന്നുമില്ല, ഞങ്ങൾക്ക് തരാനുള്ള കാശ് തരാതിരിക്കാനുള്ള ഇതാണ് തെറ്റാണ്, തെറിയാണ്, തെമ്മാടിത്തരാണെന്നൊക്കെ പറഞ്ഞാണ് അവരുടെ വാദം. അതിനിടയ്ക്ക് ഈ കമ്പനിയിൽ നിന്ന് ഒരു ഡയറക്ടറെ പിരിച്ചുവിട്ടു, അയാളും ഒരു കേസുമായിട്ട് NCLTയിൽ വന്നു, ആകെ കൂടെ ജഗപുക. ഇതിനിടയ്ക്കാണ് ഹയർ ജുഡീഷ്യറിയിൽ നിന്ന് ഒരാളെന്നെ വിളിച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ചു, അതുകൊണ്ട് ഞാൻ ഈ കേസിൽ നിന്ന് പിന്മാറുകയാണ്, റിക്യൂസ് ചെയ്യുക എന്ന് പറയും നിയമഭാഷയിൽ. ഞാൻ പിന്മാറുകയാണ്, ഇനി ഞാൻ ഈ കേസ് കേൾക്കില്ല എന്ന് പറഞ്ഞിട്ട് ശരത് കുമാർ പിന്മാറും. അപ്പോൾ അത് വലിയ ലഹളയും ബഹളവും ഒക്കെ ആയി. ഈ സാധനം KLSR ഇൻഫ്രാടെക്കുകാർ നമ്മളെ പ്രശാന്ത് ഭൂഷൺ ഉണ്ടല്ലോ, വലിയ അഡ്വക്കേറ്റ് സുപ്രീം കോടതിയിലെ, അദ്ദേഹത്തെ പിടിച്ചിട്ട് ഇതൊരു റിട്ട് പെറ്റീഷനാക്കി സുപ്രീം കോടതിയിൽ എത്തിച്ചു. സുപ്രീം കോടതിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഭൂഷൺ രാമകൃഷ്ണ ഗവായ്, അദ്ദേഹമാണ് കേസ് ലിസ്റ്റ് ചെയ്യേണ്ടത്. അദ്ദേഹം ഇത് പിന്നാലെ വരുന്ന ചീഫ് ജസ്റ്റിസ് ആകാൻ പോകുന്ന ആൾ ജസ്റ്റിസ് സൂര്യകാന്ത് ആൻഡ് ജോയ്മാല ബാഗ്ചി, 2 പേരുടെ അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണത്. ആ ഡിവിഷൻ ബെഞ്ചിലേക്ക് ഈ കേസ് ലിസ്റ്റ് ചെയ്ത് പ്രശാന്ത് ഭൂഷൺ പിറ്റേ ദിവസം വന്ന് കോടതിയിൽ പൊട്ടിത്തെറിച്ചു, ഇതെന്ത് തെമ്മാടിത്തരമാണ് ഈ നാട്ടിൽ നടക്കുന്നത്, ജഡ്ജിമാരെ ആരാണ് സ്വാധീനിക്കുന്നത്, ഹയർ ജുഡീഷ്യറി എന്ന് വെച്ചാൽ ആരാണ്, അത് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആണോ അതോ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ആണോ, അപ്പടി ഇപ്പടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങേരൊരു പെരുമാറ്റം അങ്ങോട്ട് നടത്തി. സൂര്യകാന്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ സാധനം നമ്മളുടെ ആരോഗ്യത്തിന് പറ്റിയതല്ല, മനസ്സിലായി. കാരണം ഈ ജഡ്ജി ആരാണെന്നൊക്കെ പൂച്ചം വർത്തമാനമൊക്കെ ഉണ്ട്, ഞാൻ ആ പേര് പറയുന്നില്ല, അവർക്കൊക്കെ അത് പറയാം, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പിടിച്ച് തൂക്കിക്കൊല്ലും, അതുകൊണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ ഇത് തൻ്റെ തലയിലിരിക്കും ഈ സാധനം എന്ന് മനസ്സിലാക്കിയിട്ട് സൂര്യകാന്ത് എന്ത് ചെയ്തു, ചെന്നൈ NCLTയിലെ ആ കേസ് ഡൽഹിയിലെ പ്രിൻസിപ്പൽ ബെഞ്ചിലേക്ക് മാറ്റുക. പ്രിൻസിപ്പൽ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ അങ്ങോട്ട് മാറ്റുക. അപ്പോൾ പിന്നെ ശരത് കുമാർ ശർമ്മയ്ക്ക് ആശ്വാസമായി, കേസ് തന്നെ അവിടുത്തെ ബെഞ്ചിൽ നിന്ന് ഒഴിവായി കിട്ടി. പിന്നെ ശരത് കുമാർ ശർമ്മയെ സ്വാധീനിക്കാൻ ശ്രമിച്ച ആളിനെ എന്ത് ചെയ്യണം, ആ തീരുമാനം ചീഫ് ജസ്റ്റിസ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സൂര്യകാന്ത് തിരിച്ച് പന്ത് ഗവായിയുടെ കോർട്ടിലേക്ക് അടിച്ചു. ഇപ്പോൾ ഗവായി എന്ത് ചെയ്യും? ഈ പണ്ട് പോലീസുകാരൊക്കെ ഈ മരിച്ച ശവം ആറ്റിലൂടെ ഒഴുകി വരുമല്ലോ, അപ്പോൾ പോലീസുകാരൻ ഓടി വന്നിട്ട് SIയോട് പറയും, യവാന് ആറ്റിൽ ശവം ഒഴുകി വന്നു, നമ്മുടെ പരിധിക്ക് ഉള്ളിലാണ്, അതിങ്ങനെ തടഞ്ഞു നിൽക്കുന്നു ആറ്റിൽ. താനൊരു കാര്യം ചെയ്യും, ഇപ്പോൾ രാത്രിയല്ലേ,
താനൊരു കഴുക്കോലോ പത്തലോ എന്തെങ്കിലും എടുത്തിട്ട് അത് കുത്തി അങ്ങോട്ട് വിട്ടേക്ക്, അത് കുറേ കൂടെ അങ്ങോട്ട് പോയിട്ട് നമ്മളുടെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് വല്ലവൻ്റെ പരിധിയിലേക്ക് പൊക്കോളും എന്ന് പറഞ്ഞു. കാരണം ഇത് വിളിച്ചു കഴിഞ്ഞാൽ ഇയാൾ ഈ രാത്രി ഈ ശവത്തിന് കാവലിരിക്കണം, പിന്നെ ഇൻക്വസ്റ്റായി, പോസ്റ്റ്മോർട്ടമായി, പിന്നെ പൗരസമിതിയായി, CBI അന്വേഷണം വേണമെന്നായി, ഇങ്ങനെയൊക്കെ ബഹളമൊക്കെ നടക്കുമല്ലോ. അതിന് പകരം സൈലൻ്റായിട്ട് ഈ സാധനം കുത്തി വിട്ട് കഴിഞ്ഞാൽ ശവമല്ല, അതങ്ങ് ഒഴുകിപ്പോക്കോളും. വേറൊരു പോലീസ് സ്റ്റേഷൻ്റെ അവിടെ പോയി അവരുടെ തലയിൽ ഇരുന്നോളൂ ഈ സാധനം എന്ന് പറയുന്ന പോലെ സൂര്യകാന്ത് ഈ ശവം തള്ളി വീണ്ടും ഗവായിയുടെ മേശപ്പുറത്ത് എത്തിച്ചു. ഇപ്പം ഗവായിയുടെ സ്ഥിതി നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഗവായി ഇതിൽ നടപടി എടുക്കണം. ആർക്കെതിരെ എടുക്കേണ്ട നടപടി സൂര്യകാന്ത് എടുത്തു കഴിഞ്ഞു. ചെന്നൈ NCLTയിൽ നിന്ന് ഡൽഹി പ്രിൻസിപ്പൽ ബെഞ്ചിലേക്ക് കേസ് മാറ്റിക്കഴിഞ്ഞു. അപ്പോൾ ആ പോർഷൻ ഈസ് ഓവർ. ഇനിയിപ്പോൾ സ്വാധീനിക്കാൻ ശ്രമിച്ച ആളാരാണോ അയാളുടെ പേരിൽ FIR ഇട്ട് അന്വേഷണം നടത്താം. അതല്ലെങ്കിൽ യശ്വന്ത് വർമ്മയുടെ കാര്യത്തിൽ ചെയ്തതുപോലെ ഇൻറ്റേർണൽ എൻക്വയറി പ്രഖ്യാപിക്കാം. ഈ രണ്ടിലൊന്ന് ചെയ്യേണ്ടി വരും. ഇപ്പോൾ FIR ഇട്ടു എന്ന് വെച്ചോ, എല്ലാവരും കൂടെ ബഹളം വയ്ക്കും. യശ്വന്ത് വർമ്മയുടെ കേസിൽ FIR ഇടാത്തത് എന്താ? ബോംബെയിലെ ആ സെഷൻസ് ജഡ്ജിയെ ട്രാൻസ്ഫർ പോലും ചെയ്തില്ലല്ലോ. യശ്വന്ത് വർമ്മയെ ട്രാൻസ്ഫറെങ്കിലും ചെയ്തു. ബോംബെയിലെ ജഡ്ജിയെ, സെഷൻസ് ജഡ്ജിയെ ട്രാൻസ്ഫർ പോലും ചെയ്തിട്ടില്ല, തൊട്ടിട്ടില്ല നിങ്ങൾ. ഇപ്പോൾ പിന്നെ ഇയാളുടെ കാര്യത്തിൽ നിങ്ങൾ FIR ഇടുന്നത് എന്തിന്, അല്ലെങ്കിൽ ഇൻറ്റേർണൽ എൻക്വയറി നടത്തുന്നത് എന്തിന്, ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ ഈ FIR ഇട്ടാലും ഗവായി കുടുങ്ങും, FIR ഇട്ടില്ലെങ്കിലും കുടുങ്ങും. കാരണം FIR ഇട്ടില്ല എന്ന് വെച്ചു, യശ്വന്ത് വർമ്മ റൂട്ട് തന്നെ ഇൻറ്റേർണൽ എൻക്വയറിക്ക് പോകാം. അപ്പോൾ എന്തായി? യശ്വന്ത് വർമ്മയുടെ കാര്യത്തിലോ FIR ഇട്ടില്ല, ഈ കേസ് വന്നപ്പോൾ ഇതിലും FIR ഇട്ടില്ല. അപ്പോൾ ഇനി സുപ്രീം കോടതി അവരുടെ ബന്ധുക്കാരോ ചാർച്ചക്കാരോ ഒക്കെയായ മറ്റ് ജഡ്ജിമാർ എന്ത് ചെയ്തു കഴിഞ്ഞാലും FIR ഇടാൻ പോകുന്നില്ല. ഇങ്ങനെയുള്ള ആരോപണം വരും. ഈ ജഡ്ജസ് എൻക്വയറീസ് ആക്ട് എന്ന് പറയുന്നൊരു ആക്ടുണ്ട്. ആ ആക്റ്റിൽ ക്ലിയറായിട്ട് എഴുതിയിട്ടുണ്ട്, ഇതുപോലത്തെയൊക്കെ കുറ്റങ്ങൾ ജഡ്ജിമാർ ചെയ്താൽ FIR ഇട്ട് അന്വേഷിക്കണം. പിന്നെന്താ അന്വേഷിക്കാൻ തടസ്സം? നിയമം അങ്ങനെയാണെങ്കിൽ. അതിൽ ജസ്റ്റിസ് വീരാസ്വാമി എന്ന് പറഞ്ഞൊരു കേസ് വന്നു. ആ വർഷം ഞാൻ ഓർക്കണില്ല. വീരാസ്വാമി പഞ്ചാബ് ഹൈക്കോടതിയിലും മറ്റോ ജഡ്ജിയായിരുന്നു. വീരാസ്വാമി വീട്ടിലേക്ക് കുറേ സാധനങ്ങൾ മേടിച്ചു, ഫർണിച്ചറോ അങ്ങനെ എന്തോ. അതിനകത്ത് എന്തോ തിരിമറി നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് FIR ഇടാൻ പോയി കഴിഞ്ഞപ്പോൾ അന്ന് സുപ്രീം കോടതി കയറി ഉടക്കി. സുപ്രീം കോടതി പറഞ്ഞു, അങ്ങനെ വെറുതെ അങ്ങോട്ട് നാട്ടുകാരെ FIR ഇടുന്ന പോലെയൊന്നും ജഡ്ജിമാരെ ചെയ്യാൻ പറ്റില്ല, ചീഫ് ജസ്റ്റിസിൻ്റെ അനുമതി ഉണ്ടെങ്കിലേ FIR ഇടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് വീരാസ്വാമിയെ അന്ന് രക്ഷിച്ചെടുത്തു. വീരാസ്വാമി പിന്നെ രാജിവെക്കുകയോ മറ്റോ ചെയ്തു. അപ്പോൾ അങ്ങനെ FIR ഇടണമെങ്കിൽ ഇപ്പോൾ ചീഫ് ജസ്റ്റിസിൻ്റെ അനുവാദം വേണം. അപ്പോൾ നമ്മളുടെ ഗവായിക്ക് വേണമെങ്കിൽ ഒരു അനുമതി കൊടുക്കാം, FIR ഇട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ യശ്വന്ത് വർമ്മയുടെ പേരിൽ FIR ഇടാത്തത് എന്ത് എന്നുള്ള ചോദ്യം വരും. ഇനി കൊടുക്കേണ്ട ഇൻറ്റേർണൽ എൻക്വയറി ആണെങ്കിൽ അല്ലേ, അപ്പോൾ FIR ഇടുന്ന പരിപാടിയൊക്കെ നിർത്തിയോ? യശ്വന്ത് വർമ്മയുടെ കേസിലോ ചെയ്തില്ല, ഈ കേസിലും ചെയ്തില്ല, ഇങ്ങനെ പറഞ്ഞ് ഉപദ്രവിക്കും. ചുരുക്കി പറഞ്ഞാൽ ചീഫ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ് ആകെ കൂടെ അടിച്ചിൽ വീണ പോലെയായി. വക്കീലന്മാർ ചിരിച്ച് വർത്താനം പറയുന്നത് ഈ മറ്റേ മഹാവിഷ്ണുവിൻ്റെ ഒരു പ്രശ്നം വന്നല്ലോ, നന്നായി പ്രാർത്ഥിക്കടോ, മഹാവിഷ്ണുവിൻ്റെ തല പോയെങ്കിൽ തന്നെത്താൻ കിളുത്ത് വരും എന്ന് ഗവായി ഒരു വാക്ക് പറഞ്ഞു. അതിനെ ചൊല്ലി ഞാനും 1-2 വീഡിയോ ചെയ്തതാണ്, അത് ഇച്ചിരി കടന്നുപോയി എന്ന് തോന്നിട്ട്. അപ്പോൾ മഹാവിഷ്ണു കൊടുക്കുന്ന ഒരു ശിക്ഷയാണ് താനങ്ങനെ ഈസി ആയിട്ട് ഇറങ്ങി പോകണ്ട, ഒരു ചുമടുമായിട്ട് ഒരു ചീത്തപ്പേരുമൊക്കെ ആയിട്ട് ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ള അവസ്ഥ വന്നു എന്ന് വക്കീലന്മാർ പറയുന്നു. നമുക്കറിഞ്ഞുകൂടെ, ഞാനങ്ങനെ പറയുകയുമില്ല. കാരണം വിഷ്ണുവിന് ഈ പക വീട്ടുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഏർപ്പാടൊന്നുമില്ല. ചീഫ് ജസ്റ്റിസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ മുമ്പിൽ ആരാ? ഒന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, പറഞ്ഞു കേട്ട കാര്യം നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. മഹാകഷ്ടമാണ് ഒരു ചീഫ് ജസ്റ്റിസ് ഇറങ്ങിപ്പോകാൻ നേരത്തെ ഇങ്ങനെ ധർമ്മസങ്കടത്തിലാവുക. അവർ തന്നെ ചെയ്തു കൂട്ടിയ കുഴപ്പങ്ങൾ, ഈ സ്വയംകൃതാനർത്ഥം എന്ന് പറയുമല്ലോ, സുപ്രീം കോടതി തന്നെ ചെയ്ത സ്വയംകൃതാനർത്ഥങ്ങളിൽ സുപ്രീം കോടതി തന്നെ കുരുങ്ങിയിരിക്കുന്നു എന്ന് വേണം ഈ കേസിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇനിയിപ്പോൾ ഇതെങ്ങനെ ഊരും? വേണമെങ്കിൽ ഗവായിക്ക് ഒന്നും ചെയ്യാതെ റിട്ടയറായി പോവാം. കേസ് തിരിച്ച് സൂര്യകാന്ത് കയ്യിൽ തന്നു എന്ന് വിചാരിച്ചിട്ട്
അത് കേൾക്കണമെന്നോ അതിൽ തീരുമാനം എടുക്കണമെന്നോ ഒരു നിർബന്ധവുമില്ല. ഒന്നും ചെയ്യാതെ അദ്ദേഹത്തിന് ഇറങ്ങിപ്പോവാം. പക്ഷേ ഒന്നും ചെയ്യാത്ത ആൾ എന്ന പേരുദോഷം അദ്ദേഹത്തിന് ജീവിതാന്ത്യം വരെ കൂടെ ഉണ്ടാവും. എന്തെങ്കിലും ചെയ്തു പോയാൽ അത് FIR ഇടാനാണെങ്കിലും ഇൻറ്റേർണൽ എൻക്വയറി നടത്താനാണെങ്കിലും എന്ത് ചെയ്താലും അത് വിവാദമാകും. ഒന്നും ചെയ്തില്ലെങ്കിൽ അതിലും വലിയ വിവാദമാകും. ഏതായാലും പാവം ഭൂഷൺ രാമകൃഷ്ണ ഗവായിക്ക് അനാവശ്യമായൊരു ചീത്തപ്പേര് ഇറങ്ങിപ്പോകാൻ നേരത്ത് ഉണ്ടാകും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ബുദ്ധി കണ്ടുപിടിക്കുമോ എന്ന് എനിക്കറിയില്ല. സുപ്രീം കോടതി ജഡ്ജിമാരല്ലേ, അവർ അങ്ങനെ അവരെ നമ്മൾ ചെറുതായിട്ട് കാണരുത്. അസാമാന്യ ബുദ്ധിമാന്മാരാണ്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു എസ്കേപ്പ് റൂട്ട് കണ്ടുപിടിച്ചു എന്നും വരും. ഏതായാലും റിട്ടയർ ചെയ്യുന്ന ഭൂഷൺ രാമകൃഷ്ണ ഗവായ് എന്ന ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിന് ഞാൻ എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു.